കൺഗ്രാറ്റ്സ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഉപഹാരം സ്വർണം തന്നെയല്ലേ? കണ്ടിപ്പാ. എത്ര പവനാ? 10. കഷ്ടം, ഞാനൊരു 20 പ്രതീക്ഷിച്ചു. താനൊന്നും കൊണ്ടുവന്നില്ലേ? വൈഫിനെയും പിള്ളേരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ കാഴ്ച ബംഗ്ലാവോ? ഫാമിലി ടൂർ നടത്താൻ? ഓ, ഓ, ഓ. എങ്ങനെയുണ്ട് ചർച്ചയില്ലേ? ഇനി പെണ്ണിന്റെ അമ്മാവൻ കുട്ടിയുടെ കൈ പിടിച്ചു കൊടുക്കുക. ഞാൻ കൊടുക്കില്ല. ഇതൊരു ചടങ്ങാണ്. ചടങ്ങായത് ഭാഗ്യം. എനിക്ക് നിക്കേ. എന്തിനാ അമ്മ കരയുന്നത്? മകളെ സുരക്ഷിതമായി 2 കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് കരുതി സന്തോഷിക്കല്ലേ വേണ്ടത്? അമ്മ കണ്ണീരെ കട തുടച്ചേ. ആനന്ദാശ്രുക്കൾ പൊഴിക്കൂ. ഗോവിന്ദ് മാമ, ഞാൻ മിണ്ടില്ല. താൻ എന്താ പൊട്ടനാ? രാഘവേട്ടാ, കല്യാണത്തിന്റെ ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ? ഉറപ്പല്ലേ? എക്സ്ക്യൂസ് മീ മാഡംസ്, ഇപ്പോൾ നിയമപരമായിട്ട് ഈ സേതുലക്ഷ്മി എന്റെ ഭാര്യയായി കഴിഞ്ഞല്ലോ അല്ലേ? എന്റെ വൈഫിനെ ഇനി എനിക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ എന്ത് വേണമെങ്കിലും വിളിക്കാലോ. കുറച്ചു നാളെ ഞാൻ ഉറങ്ങിയിട്ടേ. ഈശ്വര, ഹായ്, സർക്കിൾ ഇൻസ്പെക്ടർ മാധവൻകുട്ടി. ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. വധു സബ് കളക്ടറാണ്. സോ ബി കെയർഫുൾ. ഈ പ്രോട്ടോകോളിന്റെ അന്തരം അത് ഈ സ്ത്രീകൾ കുറയ്ക്കട്ടെ. മിക്സ് ചെയ്തടിക്കാം. ഏതൊക്കെ ഇഷ്ടമെന്നറിയില്ല. എല്ലാം കൂടെ അടിച്ചപ്പോ ഒരു വൃത്തിയായിട്ട നാറ്റം. ഈ മുല്ലപ്പൂ ആ നാറ്റം മാറ്റട്ടെ. ഇതാർക്കാ? മണവാളന് മണിയറയിലേക്ക്. അവന് പാലാ. മൂർക്കമ്പാമ്പിന് വേണേ പഞ്ചാര ഇട്ട് കൊടുത്തോ. എന്നാൽ അവന് കൊടുക്കാൻ പാടില്ല. അവന് അതിനേക്കാൾ വിഷമാ. ഇങ്ങനെ കൊണ്ടേ. അപ്പോ എന്താന്നറിയില്ല മോനെ. പാല് കണ്ട അപ്പ ഞാൻ കുടിക്കും. കുടിച്ചോ കുടിച്ചോ. ഞാൻ അടിച്ചാ പിരിയും. ഞാൻ 2 എണ്ണം വിട്ടണ്ടേ ഒരു ധൈര്യത്തിന്. സബ് കളക്ടർ റൂമിലേക്ക് ആദ്യമായിട്ട് സല്യൂട്ട് ചെയ്യേണ്ട പോവല്ലേ. വരട്ടെ പാലുകുടിയ. അങ്ങനെ ആകട്ടെ കള്ളുകൂടിയ. അപ്പൊ നമ്മൾ ഒരു നടക്ക് പോവില്ലല്ലേ? നാറിക്ക് വയ്യെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയിരിക്കേ. രാവിലെ മുതൽ റെസ്റ്റ് എടുക്കണ്ടായില്ലേ? പോടാ പോടാ. ഈ തെണ്ടിക്കൊക്കെ പെണ്ണു കൊടുത്ത് ഞാനാണ് തെണ്ടി. എന്നെ വേണം തല്ലാൻ. ഒരു വഴിക്ക് പോകുന്നല്ലേ? ഇവനെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു എക്സർസൈസ്? സേതു, ഞാൻ എത്തി. കളക്ടർക്ക് കാവൽ നിൽക്കാന് പോലീസിന് യോഗമുള്ളൂ. ഇന്നാ പിടിച്ച പായ. ഇവിടെ എവിടെയെങ്കിലും പിരിച്ചു കിടന്ന വരട്ടെ സർക്കിൾ ഇൻസ്പെക്ടറെ. എക്സൈസ്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഒരല്പം മസിലിരുന്നോട്ടെ.
ഓഹോ ഒരു പായ താങ്ങാനുള്ള ആവതില്ലേ? എന്താ ഇത്? നിന്റെ മാധവൻകുട്ടി ചേട്ടൻ ഇവിടെ നിന്നാ പിന്നത്തെ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റ് മുമ്പിൽ നമ്മളെല്ലാം സമന്മാരാണ് സേതു. അവിടെ സർക്കിൾ ഇൻസ്പെക്ടർ, സബ് കളക്ടർ അങ്ങനെയൊന്നൊന്നുമില്ല. എന്റെ പൊന്നല്ലേ വാതിലോർക്ക്. എന്റെ ആങ്ങളയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത ത്യാഗ ഈ ബന്ധം. അന്ന് നിങ്ങൾ പറഞ്ഞു താലി കെട്ട് കഴിഞ്ഞാലുടൻ അവനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി ഇവിടെ എത്തിക്കുന്നു. എന്നിട്ട് അവൻ എവിടെ? അയ്യോ സേതു, ഞാൻ ആനന്ദിനെ താലിയിട്ട് കഴിഞ്ഞപ്പോഴേ വിട്ടിരുന്നു. പിന്നെ അവൻ എവിടെ പോയി? അതിപ്പോ ഞാൻ കാരണം പെങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ നോർത്ത് അവൻ നാട് വിട്ട് കാണും. സേതു, നേരെ ഒന്ന് വെളുത്തോട്ടെ, എന്നിട്ട് നമ്മുടെ 2 ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ച് നമുക്ക് അന്വേഷിക്കാലോ. നീ വാതിലും തുറക്കും, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇല്ല ഇല്ല, എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്ന് അവകാശം പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ഭാര്യയാക്കാൻ കഴിയില്ല. സേതു, എന്റെ അപ്രോച്ച് ശരിയായില്ല. കുറച്ചും കൂടി സോഫ്റ്റ് ആവണം, റൊമാൻറ്റിക് ആവണം. മൺമറഞ്ഞ സിൽക്ക് സ്മിതേ, ജീവിച്ചിരിക്കുന്ന ജയമാലിനി അനുരാധ അവർകളെ ഇവളെ പ്രലോഭിപ്പിക്കാൻ എന്നെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കണേ. ഏയ് ഏയ് ആ ഏയ് മന്മഥനല്ലേ നിന്റെ മന്മഥനല്ലേ, വല്ലഭനല്ലേ നിന്റെ വല്ലഭനല്ലേ, മധുരിതുവിലെ നിശ മാതക നിശ, വിവശതയുടെ നിശ നിശാരതിയൊരു മദനസ. മന്മഥനല്ലേ നിന്റെ മന്മഥനല്ലേ, വല്ലഭനല്ലേ നിന്റെ വല്ലഭനല്ലേ. ഇളഞ്ഞൊരിയിൽ കളമെഴുതും നഖമുന ഞാനേ, ഇളഞ്ഞൊരിയിൽ കളമെഴുതും നഖമുന ഞാനേ, താളം തുള്ളു മല്ലിക്കൂടങ്ങളെ അമ്മാനമാടുന്ന കാറ്റ്, താളം തുള്ളു മല്ലിക്കൂടങ്ങളെ അമ്മാനമാടുന്ന കാറ്റ്, നീ എൻ നെഞ്ചം കിള്ളി. മന്മഥനല്ലേ നിന്റെ മന്മഥനല്ലേ, വല്ലഭനല്ലേ നിന്റെ വല്ലഭനല്ലേ. അരുവീവൾ സ്വരമണിയും വല്ലകിയല്ലേ,